ഇനി അടുത്ത ഒരു കലാകാരൻ ഇവിടെ വന്ന് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഒരു പേരെങ്ങനെയാണ്? എന്റെ പേര് ആത്മജ്. ഏത് സ്കൂളാണ്? BSS ഗുരുകുലം ആലത്തൂർ. സ്കൂൾ തലത്തിൽ എപ്പോഴും വിൻ ചെയ്യുന്ന ഒരു സ്കൂള്. പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ലല്ലോ. അവർ കഴിഞ്ഞിട്ട് സ്കൂൾ തലത്തിൽ എപ്പോഴും വിൻ ചെയ്യുന്ന ആലത്തൂരാണ്, ഒരു സംശയമില്ല. ഞാൻ കണ്ടത്ര കാലം മൊത്തം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ഫുൾ കട്ട സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളാണ് അല്ലേ? ഞാൻ ആ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണെന്ന് എനിക്കറിയാം. അപ്പം ഓടക്കുഴലാണ് അല്ലേ? ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? 2 വർഷം ഓടക്കുഴൽ മാത്രമേ ഉള്ളൂ? കോവിഡിന് ശേഷം വന്നല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ മൈക്ക് പിടിച്ചത്. ഓക്കെ, ഇവിടെയല്ല സൗണ്ട് വരുന്ന എവിടെയെന്ന് പറയണം. അപ്പൊ ഇവിടെയല്ല മൈക്ക് പിടിക്കണ്ടേ? എനിക്ക് കൃത്യം വേണമല്ലോ. നല്ല ഈ ഗൈഡ് പോരാട്ടോ, ഈ ഗൈഡ് പോരാ. ഇതാണ് ഇവിടെ അവതരിപ്പിച്ചതാണോ? അല്ലല്ലോ, അല്ല. ഇനി വേറെ ഏത് ചെയ്യും? ഓർക്കസ്ട്ര. ഇനി വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഒരു തമിഴ് സോങ് ചെയ്യോ? പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. നമ്മളിന്ന് പൊളിക്കും. അല്ല പിന്നെ ഓക്കെ.
പൊളിയാട്ടോ. നമ്മളിനി വയലിനും ഇവിടെ എടുത്തിട്ട് ഒന്ന് ഒരു ഫ്യൂഷൻ ഇവിടെ കൈകാര്യം ചെയ്യാം. വരും. ഇതിനു മുമ്പും പങ്കെടുക്കാറില്ല ഇവിടെ? അതെ. ആരാണ് മാഷ്? അപ്പൊ നമുക്ക് രണ്ടുപേരും കൂടെ ഒരു മത്സരമായാലും അങ്ങോട്ട് നമുക്ക് പൊളിക്കാം. നമുക്ക് എന്തിനു പേടിക്കണം? റെഡി അല്ലേ? ആ, സിനിമ പാട്ട് വായിക്കണേ. ഞാൻ കർണാടകയാണ് പഠിക്കുന്നത്. അത് ഇവിടെ മത്സരിച്ചു കഴിയട്ടെ. ഓക്കെ, മാഷുണ്ടോ ഇവിടെ? മാഷെ ഒന്ന് വരുമോ? അപ്പൊ ഈ മാഷുള്ളപ്പോ മാഷൊന്ന് മൈക്ക് പിടിച്ചായിരിക്കും. മോളെ കർണാടക മാത്രമേ പഠിപ്പിച്ചാണ്. അപ്പൊ മാഷുള്ളപ്പോ നമുക്ക് വയലിലെ മാഷും മോനുമായിട്ട് ഒരു മത്സരം ഇവിടെ വയ്ക്കും. മത്സരം അങ്ങോട്ട് ഒരു ഇവന്റ് പോലെ. ഓക്കെ അല്ലേ മാഷെ? മൈക്കിന്റെ പറയാം. പൊളിയായില്ലേ? ഓക്കെ അല്ലേ? എല്ലാരും വെറുതെ ഇങ്ങനെ കൈയടിക്കണ്ടേ? ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇനി മാഷുമായിട്ട് നമ്മൾ ഇവിടെ അംഗം കുറിക്കാൻ പോവാം. ഒരു അംഗം കുറിച്ചിട്ട് മാഷിനെ വിടുന്നുള്ളൂ. രണ്ടുപേരും വരും.
എന്താണ് അത് ഈ സോങ് ബാലഭാസ്കരൻ നമ്മൾ ഓർത്തപ്പോ ഇത് തന്നെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിൽ ആഴത്തിലേക്ക് എത്തിയ. ബാലഭാസ്കരനെ ഓർക്കുമ്പോൾ ബാലഭാസ്കറിന്റെ ഏറ്റവും ഫേമസ് ആണിത്. അപ്പൊ ബാലഭാസ്കരനെ ഓർക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത്, ഞാനത് ഇവരോട് പറയും, ഞാൻ ബാലഭാസ്കരനെ ഓർത്തെടുത്തപ്പോൾ ഇവർ ഇത് തന്നെയാണ് ചെയ്തത്. ഇനി ഏതാണ് ഒരെണ്ണം കൂടെ? റെഡിയാണ്, ഇത് മാഷ് ഇവിടെ റെഡി ആയിട്ടിരിക്കുക. മാഷ് അടുത്ത പിടിക്കാണ്. ആ, ബോംബെ അല്ലേ? ഹലോ ഹലോ. ഒരു മലയാളം പാട്ട് വായിക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട്. ഓക്കെ. സൂപ്പർ. ഒത്തിരി സന്തോഷമുണ്ട്. രണ്ടുപേരും ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മോനെ ഇവിടുന്ന് പോകണല്ലോ, പോകണം അല്ലേ?
ഞാൻ ഇന്നലെ വായിച്ചപ്പോൾ ഞാൻ 2019 വരെ ഞാനും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. 5 കൊല്ലം ക്ലാസിക്കലിലും വയലിനും പ്രൈസ് ഉണ്ടായി. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടൊരു സ്റ്റുഡന്റ് ഇപ്രാവശ്യമാണ് വായിക്കണത്. അത് വലിയൊരു ഭാഗ്യം അല്ലേ? ആ സ്റ്റുഡന്റിന് എ ഗ്രേഡും കിട്ടി. അതെ അതെ. അപ്പം മാഷ് ഇനിയും ഒത്തിരി നല്ല സ്റ്റുഡൻസിനെ ഉണ്ടാകട്ടെ ഇനിയും. താങ്ക് യു. അതാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി സന്തോഷം. മുൻ പോവല്ലേ, ഇനി വിടാൻ തോന്നുന്നില്ലോ. മാഷിന് പിന്നെ പോകണം, മോനെ വിടാൻ തോന്നുന്നില്ല. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Al Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.